ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറേ നാൾക്ക് ശേഷം കേട്ടോ വീഡിയോ വരുന്നത്. അപ്പോൾ ഒരു വീക്കെൻഡ് വരികയാണ്. നബിദിനവും ഓണവും അനുബന്ധിച്ച് ഒരു വീക്കെൻഡ് നമുക്ക് കിട്ടുകയാണ്. ലുക്ക് അറ്റ് മീ, ഓ ഹീറോ. ഞങ്ങൾ വിചാരിച്ചു എന്തായാലും സൺഡേ ഓഫ് ഡേ ആണ്. സാറ്റർഡേ നമുക്കൊരു ഉച്ചയോട് കൂടി നമുക്ക് ജബൽ ജയസിലേക്ക് പോകാമെന്ന് വെച്ചു. കാരണം ഞങ്ങൾക്ക് ഉച്ചവരെ എനിക്ക് ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉണ്ട്. ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ പാടെ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്തു. അങ്ങനെ ഒരു രാത്രിയോടെയാണ് കേട്ടോ ഞങ്ങൾ അവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗായ്സ്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം നോക്കുക. നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള പ്ലേസ് ഇങ്ങനെ ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങളിവിടെ ടെൻ്റെല്ലാം അടിച്ചു. ഇനി ഗ്രില്ല് ചെയ്യാനുള്ള ചിക്കൻ നമ്മൾ എല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഗ്രില്ല് ചെയ്യാനുള്ള കനൽ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ലൈറ്റിൻ്റെ ചാർജ് തീർന്നു. അതങ്ങനെ കുത്തിയിട്ടുണ്ട്, പവർ ബാങ്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വ്യൂ കേട്ടോ. നൈറ്റിൽ ഭയങ്കര വലിയ ഹിൽസാണ് ഇവിടെ. മോർണിംഗ് ആകുമ്പോൾ അടിപൊളി വ്യൂ ആയിരിക്കും കേട്ടോ. കുറേ പേര് വന്നിട്ടുണ്ട്. കാരണം നാളെ മറ്റന്നാളായിട്ട് ഇന്നും നാളെ ആയിട്ട് നല്ല ലീവായിരുന്നു. അടുപ്പിച്ച് നാളെ നബിദിനവും ഓണവും എല്ലാം ആയിട്ട് ലീവാണ്. അപ്പോൾ നല്ല എല്ലാ ആൾക്കാരും ഉണ്ട്. എനിക്കൊന്ന് മലയാളികൾ കുറവാണ്, കാരണം നാളെ ഓണം ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ്, ചുറ്റും മലകളാണ്. പക്ഷേ ഇരുട്ടായതുകൊണ്ട് അങ്ങനെ കാണില്ല. അപ്പോൾ രാവിലെ ഞാൻ ഈ വ്യൂസ് കാണിക്കാം കേട്ടോ. ഇവിടുത്തെ രാവിലെ അടിപൊളിയാണെന്ന് പറഞ്ഞു. പിന്നെ കുറേ ആടുകളും ഉണ്ട് കേട്ടോ. ഇവിടെ ആടുകളൊക്കെ നമ്മളിങ്ങനെ പോകുന്ന കാണാം. കനലായി കിട്ടാൻ കുറച്ച് പാടാണ്. കുറച്ച് ടൈം എടുക്കും നമ്മളിതൊന്ന് സെറ്റായി വരാൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്തൂരി ചിക്കനാണ് കേട്ടോ ഇവിടെ ഇത് ഗ്രില്ല് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ തന്തൂരി ചിക്കനാണ് ഇപ്പോൾ ഗ്രില്ലടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രൈ ആയി വരുന്നത്. കനൽ തീതായിട്ടില്ലേ? നമുക്ക് കനൽ ഇതായിട്ടില്ല, ശരിക്കും ആയിട്ടില്ല കനൽ. അങ്ങോട്ട് വീശി കൊടുക്കാം സാറേ. കുറേ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഓരോ ടൈപ്പ് ചിക്കൻ. അതൊക്കെ ഇനി ഗ്രില്ലടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അവിടെയാണ് ടെൻ്റ് അടിച്ചിട്ടുള്ളത്. പക്ഷെ കാണാൻ പറ്റില്ല, ഇരുട്ടുണ്ടോ. ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുള്ളത്. ഇതിൽ ആടുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്. നമ്മളെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഇതുണ്ട് ഗായ്സ്, ഒരാട് ഇങ്ങനെ പോകുന്നത്. ഇവിടെ കുറേ ആടുകളുണ്ട് കേട്ടോ. കുറേ ആടുകളുണ്ട്, ഓരോ നിറത്തിലുള്ള. രാവിലെ ആകുമ്പോൾ ആടുകളെ കണ്ടാൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാം കേട്ടോ. ഇന്നലെ രാത്രി ഗ്രില്ലെല്ലാം അടിച്ച് കഴിച്ച് കിടന്നപ്പോൾ തന്നെ നല്ല ലേറ്റായി. അങ്ങനെ രാവിലെ എണീറ്റ് ഫുള്ള് ചുറ്റും ഒന്ന് നോക്കി കേട്ടോ. ഫുള്ള് ചുറ്റും നോക്കി. കാരണം ഇന്നലെ നൈറ്റ് അങ്ങനെ ശരിക്കും കാണാൻ പറ്റിയില്ല. അങ്ങനെ കാണുമ്പോൾ ഒരു 6:30 പോലെ തോന്നുന്നില്ലേ? പക്ഷെ അല്ല കേട്ടോ, 5:30 ആയതേ ഉള്ളൂ. ഞാൻ ഇന്നലെ നൈറ്റ് പറഞ്ഞു, മോർണിംഗ് ആകുമ്പോൾ 5:30 ആയതേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ലോണം നേരം വെളുത്ത്. സത്യം പറഞ്ഞു ഫുൾ മലയിടുക്കുകളാട്ടോ. നമ്മൾ ഏറ്റവും ടോപ്പിലാണ്. ഇതിൻ്റെ അപ്പുറം മുകളിലോട്ട് നമുക്ക് പോകാൻ പറ്റിയ ലോഡല്ല. അതെ, നമ്മൾ അവിടെ എല്ലാവരും സ്റ്റേ ചെയ്തിട്ടുണ്ട്. എല്ലാവരും എണീറ്റ് വരുന്നതേ ഉള്ളൂ. അതെല്ലാം ടെൻ്റ് കെട്ടിയിട്ടുണ്ട്. ആടുകളെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതുങ്ങൾ കുറേ എണ്ണം ഉണ്ട് കേട്ടോ ഇവിടെ. രാത്രി എല്ലാം കരഞ്ഞോണ്ട് നടക്കും ഇതിൽ. എന്നെ ദൂരെ കാണാനുണ്ടോ? കുറേ മലകളാണ്, ഫുൾ മലകളാണ് ഇവിടെ.
അങ്ങനെ ഞങ്ങൾ ബാക്ക് ടു ദുബായിക്ക് പോവാണ്. ദുബായ് വെച്ചാട്ടോ ഇനി ഓണം ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നേരെ ബാക്ക് ടു ദുബായ്. കുറേ ആടുകളെ കാണാം കേട്ടോ. ഒരു വെറൈറ്റി ടൈപ്പ് ഒരു അമ്മയും കുഞ്ഞുങ്ങളും വെറൈറ്റി ടൈപ്പ്. പക്ഷെ അവർക്ക് വിശന്നിട്ടാന്ന് തോന്നുന്നു. അവർ ആരൊക്കെ കളഞ്ഞ വേസ്റ്റൊക്കെ നോക്കുന്നുണ്ട് പാവങ്ങൾ. നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഇവിടെ. സംഭവം നല്ല ഇതാണ്, നല്ല തണുപ്പാണ്. പക്ഷേ ഈ UAE ഇത്രയും ചൂടായിട്ട് ഇവിടെ വരുമ്പോൾ നല്ല തണുപ്പാണ്, നല്ല കോൾഡാണ്. നമുക്ക് സെറ്റില്ലാതെ ഇവിടെ നിൽക്കാനും പറ്റില്ല. ഇവിടെ ഫുള്ള് മലകളാണ്. നമ്മൾ ടെൻ്റ് അടിച്ചത് അവിടെയാണ്. നമ്മൾ താഴേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു 1 നൈറ്റൊക്കെ നമുക്ക് ഇതേപോലെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. നല്ല വ്യൂ ആണ്. നമ്മൾ വരുന്ന റോഡ് കണ്ടോ? 1 2 ഡെയിലിയായിട്ട് നമ്മൾ വരുന്നത് 3 റോഡിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വളഞ്ഞാട്ടോ നമ്മൾ ആ മലയുടെ ഇടയിൽ കൂടെ വരുന്നത്. പോവാം. അങ്ങനെ നമ്മളിവിടുന്ന് തിരിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ബാക്ക് പോവുകയാണ് ഗൈസ്. ഇതാണ് ഇങ്ങോട്ടേക്ക് പോകുന്ന വഴി കേട്ടോ. സംഭവം നല്ല രസമുണ്ട്. 2 അപ്പുറം ഇപ്പുറം നല്ല ഇടയിലൂടെയാണ് വഴി. സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നോക്ക്, നമ്മൾ വരുന്ന സ്ഥലത്ത് നമ്മളൊന്ന് ജസ്റ്റ് പാർക്ക് ചെയ്തിട്ടാട്ടോ. ഇങ്ങനത്തെ 2 മലകൾക്കിടയിലൂടെയാണ് നമ്മൾ പോകുന്നത് ആ സ്ഥലത്തേക്ക്. അടിപൊളി വ്യൂ ആണ്. എന്നോ ഹൈറ്റാണ് ഈ മലകൾക്കെല്ലാം.